അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രഭാത കാഴ്ച നമ്മൾ എത്തിയത് ഇയോ റജുലയുടെ വീടാണ്. റജുലേനെ ഇപ്പം കൂടുതൽ ആളുകൾക്ക് അറിയായിരിക്കും. നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പുത്തൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി റജുലയുടെ വീട്ടിൽ ഞങ്ങൾ യാദർശികമായിട്ട് പ്രഭാത കാഴ്ചകളുമായിട്ട് എത്തി. അപ്പോൾ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ്. ഇവിടെ മുറ്റം നിറയെ ചെടികളും പച്ചക്കറികളും ഒക്കെ ആയി വീടിൻ്റെ എല്ലാ ഭാഗത്തും പൂർണ്ണാർത്ഥത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു വീടും പരിസരവും എത്രത്തോളം നമുക്ക് സുന്ദരമാക്കാം, എത്രത്തോളം ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ ഉദാഹരണമാണ് റജുലയുടെ ഈ വീട്ടുമുറ്റം. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു 10 സെൻറ്റോ 15 സ്ഥലത്തുള്ള വീടിനെ എത്രമാത്രം സുന്ദരമാക്കിയെടുക്കാം എന്ന് നമുക്ക് കാണിച്ചു തരുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ റജുലയുടെ വീട്. ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് പോലും ഇത്ര സുന്ദരമാക്കി വെച്ചൊരു വീട്ടുമുറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അപ്പോൾ ഏതൊരാൾക്കും വന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. അപ്പോൾ നമ്മൾ വാർഡ് മെമ്പർ കൂടിയാണ്. ഇനി എത്രത്തോളം ഈ ജനസേവനവും ഈ പ്രകൃതി സ്നേഹവും എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ രണ്ടും കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ബ്ലോക്ക് വാർഡ് പുത്തൂർ ഡിവിഷൻ ഒരു പൂന്തോട്ടമാക്കി എടുക്കാൻ റജുലയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മൾ ആദ്യം അർപ്പിക്കുകയാണ് ഈ എഫേർട്ടിന്. ഒരു ദിവസം ഒരു 4 മണിക്കൂർ തന്നെ ഇതിനു വേണ്ടി മെനക്കേടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ റജുലത്ത് പറഞ്ഞത് എൻ്റെ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ ബാക്കി വീട്ടുപണികളൊക്കെ ഞാൻ തീർക്കും, അതിനുശേഷം ഇതിലേക്ക് ഇറങ്ങുമെന്നാണ് റജുലത്ത് പറഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ റജുലത്താനോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളോട് കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടി നമ്മളെ റജുലത്ത് ഉണ്ട്. അപ്പോൾ റജുലത്താ, നിങ്ങൾ ഇത് കണ്ടിട്ട് ഞങ്ങളെല്ലാം ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും വീടെടുത്ത് മുതലേ തുടങ്ങിയോ? അല്ലെങ്കിൽ വീടെടുത്തിട്ട് 2011 ഈ മരം നട്ടത് ഇവിടെ നട്ടത്. അങ്ങനെ ഈ മുറ്റമില്ല, 3 മരം ഉണ്ട് മുറ്റത്ത്. ഇത് എന്റെ അരിയക്കണ്ടില് കാൽദിക്കാനറിഞ്ഞു. കാൽദിക്ക എവിടുന്നോ ഒരു വിത്ത് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചൊരു മരം. ഈ മരത്തിന് ശരിക്കും ഒരു കഥ തന്നെ പറയാനുണ്ട്. ഇത് ശരിക്കും തണൽമരം അല്ലെങ്കിൽ പുളിമരം? തണൽമരം മാത്രം. എന്നിട്ട് അവിടെ ഇതിന്റെ വിത്ത് ഇങ്ങനെ വേറുമ്പോ എന്റെ ഉമ്മ പറഞ്ഞ അതിന്റെ വിത്ത് പൊടിക്കുന്നിട്ട് ഒരു വാശിക്ക് പോരെ ഉമ്മ എന്ത് കിട്ടിയാലും നടും, എല്ലാം മുളപ്പിക്കും. ലിച്ചി ആയിക്കോട്ടെ, എല്ലാം വീട്ടിലെല്ലാം ഉണ്ട്. എന്നിട്ട് അപ്പൊ വിത്ത് മുളച്ച് കുറെ തൈകള് എല്ലാവർക്കും തൈകൾ കൊടുത്ത് അനക്കും കിട്ടി 4-5 തൈ. അങ്ങനെ 3 മരം ഉണ്ടായിരുന്നു. അപ്പൊ മുറ്റം മാറ്റി ചെയ്യുമ്പോ 2 പോയി. അപ്പൊ ഇത് പോന്നതിന് ഞാൻ കല്ല് വെച്ച് സംരക്ഷിച്ച് അങ്ങനെ അത് ഇത് പറഞ്ഞ അങ്ങനെ കെട്ടിയതാണ്. അങ്ങനെയാണ് ഇത് ഈ മരത്തിന്റെ ഒരു കഥ. എത്ര ചെടി ഉണ്ടാവും ഇവിടെ വീട്ടത്ത്? ഞാൻ ഈ ചെടീന്റെ പരിപാടി വന്നിട്ട് 4 വർഷമാക്കിയുള്ളൂ. 4 വർഷം കൊണ്ട് ഇത്ര വലിയൊരു ഗാർഡൻ ആക്കി എടുക്കാം. കാരണം ഈ പാമല്ലേ, പാമൊന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയല്ല. വിത്ത് ഇട്ടിട്ട് മുളപ്പിച്ചിട്ട് ചെറിയ ഇതില്ലേ 5 രൂപന്റെ ചെറിയ ബാഗ്, അതിന് 5 വിത്തുകൾ ഇട്ടിട്ട് മുളപ്പിച്ചിട്ട് കുറച്ച് വന്നേരം ചെറിയ ഇപ്പം കുറച്ച് വലുതേരം വലിയ ചട്ടിയിലാക്കിയ. ഈ പാമ്പുകളൊന്നും പൈസ കൊടുത്താവുന്ന നല്ല പൈസ ഉണ്ടാവും, 300 റുപ്യയിലുണ്ടാവും. ഇത് ടോട്ടൽ ഇവിടെ എത്ര ചെടി ഉണ്ടെന്നുള്ളതിന്റെ ഇല്ലല്ല. ഞാൻ കുറച്ച് എണ്ണി നോക്കി, പക്ഷെ എനിക്ക് എണ്ണം കിട്ടിയില്ല. പക്ഷെ എന്ത് തന്നെയായാലും ഈ പ്രദേശത്ത് നമുക്ക് നമ്മളെ കുന്നത്തോറും പഞ്ചായത്തിൽ തന്നെ ഇത്ര വലിയ ഗാർഡൻ ആയിട്ടുള്ള വീടുണ്ടോ എന്നുള്ള കാര്യം സംശയം. വെറുതെ ഇരിക്കുമ്പോ കിച്ചണിൽ തന്നെ അധിക സ്ത്രീകളും കിച്ചണിൽ തന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കൽ കൊണ്ടിരിക്കലില്ല. അപ്പൊ ഞാൻ ആ പണികൾ രാവിലെ തീർക്കും, എന്നിട്ട് ബാക്കിയിലേക്ക് ഇറങ്ങും. ഒരു ദിവസം എത്ര സമയം ഇതിനു വേണ്ടി ചെലവ് ചെയ്യും? ഇതിന് എത്ര ചെലവഴിച്ചാൽ എനിക്കൊരു മടുത്തം വരൂല. അതാണ് ആ ഒരു മനസ്സാണ് ഇതിന് വേണ്ടത്. എന്റെ പാഷൻ എനിക്ക് മനസ്സിലായി. അടുത്തൊരു ചോദ്യം, റാഷിദ് ഗസാലി പറയൂ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന് മടുപ്പില്ലെങ്കിൽ അതാണ് നമ്മുടെ പാഷൻ. അത് പറയൂ. അപ്പൊ ഇനിയിപ്പോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാണ്, ഇപ്പൊ വേഷം മാറോ? അങ്ങനെ സംശയമുണ്ട്. ഇപ്പൊ ഒരു ആവേശം വരുന്നുണ്ട്, രാഷ്ട്രീയത്തിലൊരു വേഷം വരുന്നുണ്ട് അല്ലേ? തീർച്ചയായും രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റട്ടെ നമ്മൾ ആശംസിക്കുന്നു. ഇനി നമ്മളോട് ഊസൂക്കിനെ പറ്റി ഊസൂക്ക് കളി കണ്ടിട്ടെന്ന് പറഞ്ഞത് ഈ കൊച്ചു മരങ്ങളാണ്. റജുലേന്റെ ഈ കൊച്ചു മരങ്ങൾ എന്നെ വല്ലാതെ ആകർഷിക്കുന്നത്. അതൊരു വല്ലാത്തൊരു അത്ഭുതമാണ്. കാരണം റജുല ഇപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല. എനിക്ക് ഭയോ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഇതെല്ലാം ഇല്ലാണ്ട് അതൊന്നുമില്ല. രണ്ടും കൊണ്ടുപോകാനുള്ള കരുത്തുള്ള ഒരു സ്ത്രീയാണ് നമ്മളെ റജുലൈത്ത എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രകൃതിയാണ് ഒരു പരിസ്ഥിതി ദിനത്തില് ഉപ്പയും ഉമ്മർക്കും മക്കളും കൂടി വെച്ചതാ. ഓരോരുത്തർ അപ്പൊ അവര് നോക്കിക്കോളൂ. വാശിയോടുകൂടി പരിസ്ഥിതി ദിനത്തിൽ എല്ലാരും കൂടിയിട്ട് വീഡിയോ എടുത്ത് അങ്ങനെ ചെയ്താണ് ഈ മരം. ഓരോരുത്തർ മരം അതിന് പേരുണ്ട്. അതന്നല്ലേ നിറം അവരും അത്ഭുത കാഴ്ച തന്നെയാണ്. അപ്പൊ നമ്മൾ
നമ്മളിപ്പോൾ ആശംസിക്കുന്ന വെച്ചാൽ ബ്ലോക്ക് മെമ്പറായി വന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഈ ബ്ലോക്ക് ഡിവിഷനിലെ റജൽ ഉൾക്കൊള്ളുന്ന പുത്തൂർ ബ്ലോക്ക് പൂർണ്ണമായും ഇതുപോലെ ഒരു ഗാർഡൻ ആക്കി എടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരിത ബ്ലോക്കാക്കി മാറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ പ്രഭാത കാഴ്ചകൾ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു റജലീത്ത.